ഹലോ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഫ്രണ്ടായി പോയില്ല, എന്ത് ചെയ്യും. ഓർക്കാപ്പുറത്തൊരു പണി തന്നതാണ് കേട്ടോ എനിക്ക്. അവൾ വേറൊന്നുമില്ല, കൊച്ചിൻ്റെ പിറന്നാളായിരുന്നു അവളുടെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ബിരിയാണിയും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് തരുമടി എന്ന് പറഞ്ഞു. അതോ തുടങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ പറഞ്ഞു, എങ്ങനെ ഇതിപ്പോൾ ഈ സമയത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല. അവൾ പറഞ്ഞു, നീ എന്തായാലും ചെയ്യാൻ നോക്ക്, നീ നന്നായി ചെയ്യും, കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. കാരണം അവളുടെ കാര്യം നടക്കണമല്ലോ. ഞാനും പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പറ്റില്ല എന്ന് പറയാറില്ല ആരുടെ അടുത്തും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതേ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ആഡ് ചെയ്തിട്ട് ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസ് പിന്നെ സോയാ സോസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനെ അതിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം സൺഫ്ലവർ ഓയിലിൽ അതൊന്ന് മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ടൈമിൽ ഞാനത് ചെയ്തതാണ്. കാരണം അവളുടെ മോൾക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ചില്ലി ഇഷ്ടമല്ലേ, പക്ഷേ ചില്ലി ചിക്കൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അധികം എരിവില്ലാതെ എൻ്റേതായ രീതിയിൽ ഞാൻ തട്ടിക്കൂട്ടി ചെയ്ത് കൊടുത്താണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ചിക്കൻ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഓയിൽ നമ്മൾ വേറെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തന്നെ നമ്മൾ മുട്ട 2 പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചിക്കി പൊരിച്ചത് മാറ്റി വയ്ക്കുക കേട്ടോ. പാനിലേക്ക് തന്നെ ബാലൻസ് ഉള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് വഴറ്റി കൊടുക്കുക കേട്ടോ. അതായത് സബോള, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സെലറി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കടയിലാണെങ്കിലും കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വെജിറ്റബിൾസ് ചെറിയ രീതിയിൽ വഴണ്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ സോയാ സോസും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൽ ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൈസ് ഒരു 80% വേവിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. അതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ കിഡിലൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് പരമാവധി ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നല്ല ടേസ്റ്റിലും അതേപോലെ നല്ല ഭംഗിയിലും നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടും കേട്ടോ. അവളോട് ഒരു കാലത്താണ് അവർ പറഞ്ഞത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഗസ്റ്റ്. പക്ഷെ അവളോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല, ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾ വിചാരിച്ചു എന്നോട് അത് പറയാമെന്ന്. ഞാൻ എന്തായാലും അത് തട്ടില്ല, ചെയ്തു കൊടുക്കുന്ന അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന്. അത് അവൾ പിന്നീടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതേ നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതേ കുരുമുളകും അതുപോലെ ഉപ്പും നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിങ്ങിലാണ് കേട്ടോ ശരിക്കും ഈ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത്. കാരണം എന്തെങ്കിലും ഫ്ലേവർ കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഞാൻ റെഡിയാക്കിയെന്ന് പറഞ്ഞില്ല. കാരണം അവൾക്ക് ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ മോൾക്ക് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതേ നേരത്തെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്ന അതേ ഓയിൽ തന്നെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, മോൾക്ക് അധികം എരിവ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അധികം വഴണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ. അതിന് ശേഷം ക്രഷ്ഡ് ചില്ലിയാണ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഏത് ഷേപ്പിലും വേണമെങ്കിലും സബോളയും ക്യാപ്സിക്കം കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വഴണ്ടി വരണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചെറിയൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ സബോളയും ക്യാപ്സിക്കം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ 3 സോസും, അതായത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരുമിച്ച് വെച്ചതാണ്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ. അവൾക്ക് ആ ഗ്രേവി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. സെലറി ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു അവളുടെ ടേസ്റ്റ്. കാരണം അവൾക്ക് ചെറുതായിട്ട് ഗ്രേവി ടൈപ്പിൽ കിട്ടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ ഇതേ കൊണ്ടുവന്നതിന് മുന്നേ ഞാനൊന്ന് പ്ലേറ്റ് ചെയ്തതാണ്. സംഭവം ഇതേ കോലത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. താങ്ക്